ഹായ് എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ പെരുന്നാളിൻ്റെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ മക്കളെയും കൂട്ടിയിട്ട് ഇയ്യാൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇയ്യൊന്നും റെഡിയായില്ല, കുഞ്ഞുമക്കളൊക്കെ അവർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ദാനു ഇതേ ഇവിടുന്ന് കളിക്കുന്നുണ്ട്, ഐജു അതേപോലെ ഇഫുൻ്റെ അടുത്തുനിന്ന് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഐസ് ഇതേപോലെ മുട്ടിലഴിയാനും ഇരുന്ന് കളിക്കാനൊക്കെ തുടങ്ങി. അതുകൊണ്ട് മാഷാഅല്ലാഹ് കുഴപ്പമില്ല. ദാനും ഇതേപോലെ എന്താ പറയുക, എഴയാൻ നോക്കുന്നുണ്ട്, കുമ്പിടും, എഴയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഇങ്ങനെ ആവുന്നില്ല എനിക്ക്. എന്നാലും അവന് ഇങ്ങനെ എല്ലാവരും കാണണം, അങ്ങനെ ഒരു ഇതാണ്. കളിക്കുകയൊക്കെ ചെയ്യും, കയ്യിൽ എന്തെങ്കിലും കൊടുത്താലും അവന് നല്ലോണം കളിക്കും. അപ്പോൾ ഇന്നവന് അവൻ്റെ ഷൂ ആണ് കളിപ്പാട്ടായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഷായിനെ കിട്ടിയ ഭയങ്കര സന്തോഷമാണ് ദാനുവിന്. ഐസുവിന് പിന്നെ ആരെങ്കിലും ഐസ് വന്നത് ചിരിക്കാൻ കുറച്ച് പ്രയാസമാണ്. ഇടയ്ക്ക് മാത്രമേ ചിരിക്കും, ഓൾക്ക് സന്തോഷം വന്നാലേ ഓള് ചിരിക്കും. ഇപ്പോൾ കുട്ടികളൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. ഇവരുടെ അടുത്ത് വന്നാൽ സമയം പോകുന്നേ അറിയില്ല. അതുകൊണ്ട് ഞാൻ എല്ലാ പണിയെല്ലാം ഒരുക്കിയിട്ട് ഇവിടെ വരും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷോപ്പിലെത്തി, നല്ല അടിപൊളി ഷോപ്പാണ് കേട്ടോ, മാഷാഅല്ലാഹ് നല്ലൊരു അടിപൊളി ഷോപ്പ്. കുറേ നാൾ കൂടിയിട്ടാണ് ഇരിക്കൂർ ഒരു നല്ലൊരു ഷോപ്പ് വരുന്നത്. നമ്മളിന്ന് ഇരിട്ടിയിലാണ് പോക്ക്, ഇന്ന് നമ്മൾ ഇരിക്കൂർ വന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല സെലക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കിഡ്സിൻ്റെ ഉണ്ട്, ന്യൂ ബോണിൻ്റെ ഉണ്ട്, ലേഡീസും ജെൻസും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുച്ചിൻ്റെ ഫ്രണ്ടിൻ്റെയാണ്. അപ്പോൾ നമ്മളവിടെ നിന്ന് കുഞ്ഞുമക്കൊക്കെല്ലാം എടുത്തു. ഇഫുവാട് നിഫുൻ്റെ ഡ്രസ്സൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഷായ്ക്ക് ദേഹി ഒരു ടീഷർട്ട് എടുത്തു. പിന്നെ അതേപോലെ ഓൻ പറഞ്ഞ പോലെ സൂപ്പർ ബാഗി പാൻറ്റും എനിക്ക് എടുത്തു കൊടുത്തു. ഇഫുനും അതേപോലെ ഒരു ഐറ്റം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പോയ ഷോപ്പ് എലഗൻസ് ആണ്. അവിടെ അപ്പുറം സറാഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എലഗൻസിലാണ് നമ്മൾ പോയത്. അപ്പോൾ ഡ്രസ്സൊക്കെ വേഗം മാഷാഅല്ലാഹ് വേഗം കിട്ടി. എന്ത് പറയാനാ, തിരക്ക് ഇല്ലാതെ കിട്ടി. എപ്പം പോയാലും നമുക്ക് കിട്ടില്ല, 3-4 കട കയറി ഇറങ്ങണം. ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, എല്ലാം ഒരു കടയിൽ നിന്ന് തന്നെ കിട്ടി, അൽഹംദുലില്ലാഹ്. അപ്പോൾ ഇറങ്ങുമ്പോൾ നമ്മളെ പരിചയക്കാരൊക്കെ കണ്ടു. ഇനി ഒരു ബേക്കറിയിൽ വന്നിട്ട് അവർക്ക് കഴിക്കാൻ സ്നാക്സൊക്കെ വാങ്ങിക്കൊടുത്തു. എവിടെ പോയാലും വിശപ്പാണ് ഇവർക്ക് മുഖ്യം കേട്ടോ, എൻ്റെ മക്കളെ കാര്യമാണ്. പിന്നെ അവിടെ നമ്മൾ തിരിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൻ്റെ അടുത്ത് 2-3 വലിയ വീടുണ്ട്. ആ ഒരു വീട്ടിൽ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഈന്തപ്പൻ ഇങ്ങനെ കായ്ച്ചിട്ട് കണ്ടു. എനിക്കൊരു അത്ഭുതം തോന്നി ആദ്യമേ. ഇങ്ങനെ ടി വിയിലൊക്കെ ഞാൻ കായ്ച്ചിട്ട് കണ്ടിട്ടുണ്ട്, നമ്മളെ നാട്ടിലും കായ്ച്ചിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മളെ ഒരു നാട്ടിൽ നമ്മുടെ തൊട്ടടുത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കായ്ച്ചിട്ട് കാണുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു വീട്. ആ വീട്ടിലൊരു 3-4 പനി ഇതേപോലെ നിരത്തി നട്ടിട്ടുണ്ട് അവർ. പക്ഷേങ്കിൽ ഒന്നിൽ മാത്രം നല്ല പോലെ നിറയെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളാരും ഇങ്ങനെ നോക്കിപ്പോകും, അതേപോലെ അതിൽ കായ്ച്ചിട്ടുണ്ട്. അവരെ വലിയ മതിലാണ്, പക്ഷേങ്കിൽ നല്ല രസമുണ്ട്. ഇങ്ങനെ ആ യെലോയിഷ് കളറിൽ ഇങ്ങനെ നിറയെ ഇങ്ങനെ കായ്ച്ചിട്ട് കാണുമ്പോൾ ഒരു രസമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ കിളികളൊക്കെ ഇങ്ങനെ കാക്കിയും കിളികളും ഒക്കെ ഇങ്ങനെ മരത്തിൽ വരുന്നുണ്ട്. ഞാൻ കുറേ സമയം ഞാനും കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കി, ഇത് ഈത്തപ്പഴമല്ലേ, ഇനി വേറെ എന്തെങ്കിലും ആണോ. പക്ഷേ നമ്മൾ കുറേ സമയം നോക്കിയപ്പോൾ ഈത്തപ്പഴം തന്നെയാണ് കേട്ടോ. പക്ഷേങ്കിൽ വണ്ണം കുറവാണ് അതിൻ്റെ. സാധാരണ നമ്മൾ കാണുന്ന ഈത്തപ്പഴത്തിൻ്റെ അത്ര വലിപ്പമില്ല കേട്ടോ, ചെറിയ സൈസാണ് കണ്ടത്. നാട്ടിലായതുകൊണ്ടായിരിക്കാം മേ ബി. എന്നാലും കായ്ച്ചല്ലോ, അതൊരു സന്തോഷമല്ല. അവർ നല്ലോണം പരിപാലിക്കുന്നതാണ് കേട്ടോ. മരത്തിലൊക്കെ ഇങ്ങനെ കാക്കയും പക്ഷികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്നു. വീട്ടിൽ വന്ന് വൈകുന്നേരമായി കേട്ടോ. നമ്മൾ ഫുഡ് പുറത്തുനിന്ന് കഴിച്ചു, ഉച്ചയ്ക്കുള്ള ഫുഡ് നമ്മൾ പുറത്തുനിന്ന് കഴിച്ചു, സാധാ ചോറിന് കഴിച്ചു. വീട്ടിൽ വന്നപ്പോൾ എന്തായാലും ഒരു പായസം വെക്കാനായിട്ട്. ഇന്ന് നമ്മളെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിന് ചെറിയൊരു പായസം, കുറച്ച് പായസം കിട്ടും, ഒരു 500 പാൽ വെച്ചിട്ട് ഞാൻ ഒരു സേമിയ പായസം. അങ്ങനെ പായസം എല്ലാവർക്കും കൂടി കൊടുക്കലാണ് കേട്ടോ. ആ പായസം നമ്മളെ വീട്ടിൽ പ്രഥമൻ എനിക്കിഷ്ടമാണ്, പക്ഷേങ്കിൽ കുട്ടികൾ കുടിക്കില്ല. അതുകൊണ്ട് ഈ ഒരു സേമിയ പായസമാണ് വെച്ചത്. ഈ സേമിയ എന്ന് പറയുന്നത് നൂല് പോലത്തെ സേമിയാണ് കേട്ടോ. ഇതിന് എൻ്റെ പെങ്ങൾ എനിക്ക് കൊണ്ടുത്തന്നതിന് കുനുമ എന്ന് പറയും. അപ്പോൾ കുനുമ എനിക്ക് തന്നതായിരുന്നു. ഞാൻ പെരുന്നാൾക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ട്, ചെറിയ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഇന്നാണ് വെക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് സേമിയ പായസമായിരുന്നു വെച്ചത്.
അപ്പോൾ നമ്മളെ എല്ലാവരും എടുക്കുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം കാലിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു പായസമൊക്കെ. പിന്നെ എന്തായാലും രാത്രിക്ക് ഫുഡ് ഒരു ചെറിയൊരു ചിക്കൻ മന്തി ആക്കാമെന്ന് കരുതി. ആനിവേഴ്സറി ഒക്കെ അല്ലേ, അപ്പോൾ ഷൈമോൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു വെഡിങ് ആനിവേഴ്സറി ആയിട്ടൊരു മന്തി വെച്ചതാ ഉമ്മ എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. കുറേ നാളായി അവൻ പറയുന്നു മന്തി വെക്കാനേ, പക്ഷേ എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ വിട്ട് കളയും. അപ്പോൾ എന്തായാലും ഇന്ന് വെച്ച് കൊടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ പെട്ടെന്ന് മന്തിയുടെ മാരിനേഷനൊക്കെ ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് ഞാൻ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് റൈസും വേവിച്ചിട്ട് ദം ചെയ്യാം. എനിക്ക് ബസ്മതി അരി അത്ര ഇഷ്ടമല്ല കേട്ടോ. എന്തായാലും നമ്മൾ സാധാരണ ബിരിയാണീൻ്റെ അത്ര വരില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു 1.5 ഗ്ലാസ് അരിക്ക് നമുക്ക് മാത്രം വെച്ചതാണ് കേട്ടോ. ആ രാത്രിക്ക് കഴിക്കാൻ വേണ്ടി മാത്രം ചെറിയൊരു മന്തി ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ കളറൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. പിന്നെ അതിന് കൂടെ കഴിക്കാനായിട്ട് അതിൻ്റെ മന്തീൻ്റെ ഒരു സോസ് ഉണ്ടല്ലോ, ഷത്ത എന്ന് പറയുന്നത്, അതും കൂടി പെട്ടെന്ന് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ഒരു സംഭവം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മയണൈസ് ഇപ്പോൾ എന്തായാലും രണ്ടാക്കും വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് മയണൈസ് ആക്കിയിട്ടില്ല കേട്ടോ. ഇന്നലെ മിനിഞ്ഞാന്നായിട്ട് ന്യൂസിൽ കണ്ടൊരു കുട്ടി മരിച്ചിട്ട്, അതുകൊണ്ടാണെന്നൊന്നും അറിയില്ല, രണ്ടാക്കും വേണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് അത് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചൂടോടെ നമ്മൾ മന്തി അങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. രണ്ടാക്കും നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് എന്നോട് ഇങ്ങനെ വേഗം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പെട്ടെന്ന് കൊടുത്തു, അവരവിടുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പായസം മന്തിയൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാധാരണ ഞാൻ കഴിക്കില്ല, പക്ഷേ ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ഹോം മെയ്ഡ് മന്തി അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. നമ്മുടെ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.